കെയർ ഓഫ് പേഷ്യൻസ്, NABH കെയർ ഓഫ് പേഷ്യൻസ്, അതിൻ്റെ 7ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ നേരം സംസാരിക്കാനൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ നമുക്ക് സംസാരിച്ച് ഉൾക്കൊണ്ട് മുമ്പോട്ട് കടന്നു പോവാം. ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ നമ്മുടെ ഹോസ്പിറ്റൽ ഡിസൈഡ് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ നീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, നമ്മളുടെ നീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത്. ആ പേഷ്യൻറ്റിൻ്റെ ആഗ്രഹമനുസരിച്ചിട്ടും ആകരുത് ക്ലിനിക്കലി നീഡില്ലെങ്കിൽ. ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ അത് ബേസ് ആയിരിക്കേണ്ട കാര്യം that should be the need of that patient current condition and treatment. അങ്ങനെ നമ്മൾ അതിനെ കൃത്യമായും മനസ്സിലാക്കി അതിനുള്ള ഗൈഡ് ലൈൻസ്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡും അനുസരിച്ച് ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യമാണെന്ന് അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് പ്രൊസീജിയർ തീരുമാനിക്കേണ്ടത്. അതേ കണക്ക് തന്നെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ, ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു, കീമോതെറാപ്പി ചെയ്യാം, റേഡിയോ തെറാപ്പി ചെയ്യാം, സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എനി ദീസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആകാം. അത് ആ പേഷ്യൻറ്റിൻ്റെ നീഡിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡുകളെ നമ്മൾ മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാനായിട്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കണ്ടീഷൻ ഇതാണ്, അതൊരു ബെസ്റ്റ് ഔട്ട്കമ്മിനെ ഫോക്കസ്ഡ് ആയിരിക്കണം, നല്ല റിസൾട്ടിനെ ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെ പറയുമ്പോഴും പേഷ്യൻ്റ് സേഫ്റ്റിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പം നല്ല ഔട്ട്കം ആ ഡിസീസ് വൈസ് കിട്ടുമായിരിക്കും, പേഷ്യൻറ്റിനത് ലൈഫിൽ ഒരിക്കലും നല്ലതായിരിക്കില്ല. അങ്ങനെയെങ്കിൽ പേഷ്യൻ്റെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ്. അത് പേഷ്യൻറ്റിൻ്റെ ചില ആഗ്രഹങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ പേഷ്യൻറ്റിന് ആഗ്രഹമുണ്ടായിരിക്കണം, പേഷ്യൻറ്റിന് അത് സേഫ് ആയിരിക്കണം, നല്ല ഔട്ട്കം ആ പ്രൊസീജിയറിൽ നിന്ന് നമുക്ക് കിട്ടണം. ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഓഡിറ്റ് നടത്തണം. വ്യത്യസ്തങ്ങളായ പ്രൊസീജിയറുകളിൽ കിട്ടിയ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടിയതും കിട്ടാൻ സാധ്യതയുള്ളതുമായ ഔട്ട്പുട്ടുകളെ കുറിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഓഡിറ്റ് നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് COP 7A പറയുന്നത്. ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് ബേസ്ഡ് ഓൺ ദ നീഡ് ഓഫ് ദ പേഷ്യൻറ്റ്.